ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൈക്കുഞ്ഞിനെ വേറൊരാളുടെ സപ്പോർട്ടില്ലാതെ എൻ്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയുടെ കൊച്ചിനെയാണ്, ഇച്ചുവിനെയാണ്. അവനെ കയ്യിലെടുക്കുന്നതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും വളരെ ഡിഫറൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആളുകളെ, സാഹചര്യങ്ങളെ, കാര്യങ്ങളെ ഒക്കെ നോക്കി കാണുന്നതിലൊരു മാറ്റം വന്നതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറും. അത് സ്വന്തം കുഞ്ഞാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണത്. അത് ഏത് സിനിമയിൽ എങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫീല് നമുക്ക് കിട്ടും. അൻപോട് കൺമണി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൺമണി വരുന്ന അത്രയും സമയം ഒരുപക്ഷെ അത് മാത്രമാണ് ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായി ഫീൽ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അനീഷ് കൊടുവള്ളി തിരക്കഥ എഴുതി, ലിജു തോമസ് സംവിധാനം നിർവഹിച്ചിട്ടുള്ള, അർജുൻ അശോകൻ, അനഘ നാരായണൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ സിനിമയാണ് അൻപോട് കൺമണി. സിനിമയുടെ തുടക്കം മുതൽ കൺമണി വരെയുള്ള അത്രയും മൊമെൻറ്റുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടൊക്കെയുള്ള കുറേ കഥാപാത്രങ്ങൾ, സിറ്റുവേഷനുകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു ഹ്യൂമർ എലമെൻറ്റോട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരു ആവർത്തനമായി തന്നെ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യാതെ കുറേ ഇടങ്ങളിൽ നല്ലോണം ബോറടിച്ച് എനിക്ക് ചില സ്ഥലങ്ങളിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ക്ലൈമാക്സ് വരെ എത്തിയത്. പക്ഷേ ക്ലൈമാക്സ് ഒരു സുഖമുള്ളൊരു കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. സിനിമ തുടങ്ങുന്നു, ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നായകൻ്റെ കല്യാണമാണ്. ആ കല്യാണം കഴിഞ്ഞ് പിന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ നായകന്മാരൊക്കെ കേൾക്കേണ്ടി വരുന്ന ചില ചോദ്യങ്ങൾ, കുത്തുവാക്കുകൾ, അതിനുശേഷം അവർക്ക് കുട്ടി ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ, ആ കുട്ടി വരും എന്ന് തോന്നുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന കുറേ കോൺഫ്ലിക്റ്റുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നീണ്ടു പോവുകയാണ്. ഇതിനിടയിലുള്ള കുറേ സിറ്റുവേഷൻസ് ആണെങ്കിലും പ്രകടനങ്ങളാണെങ്കിലും ഒക്കെ ഒരു TV സീരിയലിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ദൈർഘ്യം കുറവുള്ളൊരു സിനിമയാട്ടോ. 2 മണിക്കൂറിനടുത്താണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്. പക്ഷേ അതിലും എത്രയോ നേരം ഞാനിരുന്ന് കണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഈ ആവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സ്കൂളുകളിലെ പല മത്സരങ്ങൾക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ചിലപ്പോൾ പ്രസംഗങ്ങൾ പഠിച്ചിട്ട് വരും. അതിൽ ഒന്നിലധികം പേര് ചിലപ്പോൾ ഒരേ പ്രസംഗം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആദ്യം ചെയ്തത് പിന്നെ വന്ന് ഒരു 2-3 എണ്ണമൊക്കെ നമ്മൾ സഹിക്കും. പിന്നെയും അതേ പ്രസംഗം ആവർത്തിക്കുമ്പോഴൊരു കുഴപ്പമുണ്ടല്ലോ. ഇപ്പോൾ ഈ സിമിലർ സബ്ജക്റ്റാണ് കഴിഞ്ഞ വർഷം വിശേഷം എന്ന് പറയുന്ന സിനിമ കൈകാര്യം ചെയ്യുന്നത്. അവിടെ വേറെ ഒരുപാട് എലമെൻറ്റുകൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഒരു കുഞ്ഞ് നാട്ടുകാർ അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കുന്നു, ഒരു റിയാക്ഷൻ, പിന്നെ കുട്ടി ഉണ്ടാകുന്നതിലെ സന്തോഷം, ഈ പറയുന്ന ഇത്രയും എലമെൻറ്റുകളെ ഇതിനോടൊപ്പം വേറെ ഒരുപാട് കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ടാണ്. കാരണം ഈ ടോപ്പിക്ക് നമുക്കൊരു പുതുമയുള്ളതല്ല. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും നാട്ടുകാരുടെ കുത്തുവാക്കുകളും ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. നാട്ടുകാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഇതിൻ്റെ പേരിൽ കുത്തുവാക്കുകളുമായി ഇറങ്ങി നടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നുള്ളതാണ് സിനിമയിലെ ഒരു വലിയ കാഴ്ച. അത് ഈ സിനിമയിലും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ജീവിതങ്ങളെ, സാഹചര്യങ്ങളെ ഒന്നും മാർക്ക് ചെയ്യാതെ ഞാൻ ചില സമയത്ത് വിചാരിച്ചു ഈ പെൺകുട്ടിക്ക് ഒരു കുടുംബം ഇല്ലേ എന്നാണ്. കാരണം കല്യാണം കഴിഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കുടുംബമോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരും ഇവിടെ ഇൻട്രാക്ട് ചെയ്യാൻ വരുന്നില്ല. കല്യാണം കഴിപ്പിച്ചയക്കുന്ന സമയത്ത് കണ്ണീര്, പ്രസവ സമയത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. നായകനും കൂട്ടുകാരും ഒന്നെങ്കിൽ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഭാര്യ, അമ്മ, പിന്നെ കുറച്ച് അയൽക്കാർ. ഈ ഇഷ്യൂസ് ഇങ്ങനെ നിന്ന് കറങ്ങുകയാണ്. ഇതിനപ്പുറത്തേക്ക് സിനിമ എങ്ങോട്ടും വളരുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ ഈ ആവർത്തിച്ചുള്ള കാഴ്ചകൾ കണ്ടുള്ള ഒരു ബോറടിയിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും എലമെൻറ്റുകൾ വർക്കാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാമുൽ അബിയുടെയാണ് മ്യൂസിക് ആൻഡ് പാട്ടുകൾ ഭേദപ്പെട്ട നിലവാരത്തിലുള്ളതായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിഷ്വൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഇതിലെന്താണോ അവർ എഴുതി വെച്ചിരിക്കുന്നത്, അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ ആ എഴുത്തിലാണ് ഈ ജീവിതങ്ങളെ മാർക്ക് ചെയ്യുന്നതിൽ, കഥാപാത്രങ്ങളെ കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ, അവരുടെ ഇമോഷൻസ് കുറച്ചും കൂടി ഫീൽ ചെയ്യുന്ന തരത്തിൽ വളരെ പെരിഫറലായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇത് കൊള്ളാം കേട്ടോ, ഇത് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയത്തക്ക ഒരു ചേർത്തുവെക്കൽ നടത്താൻ ആവശ്യമായ ഒന്നും എനിക്ക് ഈ സിനിമയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അവസാനത്തെ ഒരു 10 മിനിറ്റ് നല്ല രസമുണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. ആ ഒരു കണക്റ്റ് സിനിമയുടെ തുടക്കം മുതൽ ആ മൊമെൻ്റ് വരെ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സിനിമ ഒരുപക്ഷെ കുറച്ചും കൂടി നല്ല അനുഭവമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ പശ്ചാത്തലമായി വരുന്ന കുടുംബങ്ങൾ, പിന്നെ അയൽപ്പക്കത്തുള്ള ചേച്ചിമാർ, ഇതിനൊക്കെ കണക്ട് ചെയ്ത് വരുന്ന കുറേ സിനിമകൾ. ആ ഒരു ശ്രേണിയിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു OTT വാച്ചിന് ഒരുപക്ഷെ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ടോ എന്ന് പറയിപ്പിക്കാവുന്ന ഒരു സിനിമ അനുഭവം മാത്രമായിട്ടാണ് എനിക്ക് അൻപോട് കൺമണി ഫീൽ ചെയ്തത്. പക്ഷേ ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണ് തരിക. ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ മികച്ചൊരു സിനിമ അനുഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ, സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.